വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ ഇടപെട്ട് ഹൈക്കോടതിക്ക് മുന്നിലുള്ള ഏതാനും കേസുകൾ പരിഗണിച്ച് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. അഡ്വക്കേറ്റ് MP മാധവൻകുട്ടി, അഡ്വക്കേറ്റ് ലിജി വടക്കേടം എന്നിവരെയാണ് അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഈ അമിക്കസ് ക്യൂറിയെ രണ്ടുപേരുൾപ്പെടുന്ന അമിക്കസ് ക്യൂറിയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിക്ഷിപ്തമായ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും, ഉത്തരവാദിത്തങ്ങൾ എന്തായിരിക്കും? മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാനത്ത് അനുദിനം കൂടി വരികയാണ്. ഇത് സംബന്ധിച്ച് നിരവധി ഹർജികളാണ് ഹൈക്കോടതിക്ക് മുന്നിലുള്ളത്. ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചുകൊണ്ട് ജസ്റ്റിസ് CS രേസിന്റെ ഉത്തരവ്. അഡ്വക്കേറ്റ് MP മാധവൻകുട്ടി, അഡ്വക്കേറ്റ് ലിജി വടക്കേടം എന്നിവരാണ് അമിക്കസ് ക്യൂറിമാരായി നിയോഗിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് കോടതിയെ സഹായിക്കുക എന്നുള്ളതിനാണ് വേണ്ടി ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. ഇവർ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. മാത്രമല്ല, ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു നിയമത്തിൻ്റെ അഭാവം പലയിടങ്ങളിലുമുണ്ട്. കാരണം കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടാൽ 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. അതേസമയം പാമ്പ് കടിയേറ്റ് മരിക്കുന്നവർക്ക് നൽകുന്ന തുക എന്ന് പറയുന്നത് ഇതിലും കുറവാണ്. 4 ലക്ഷം രൂപയാണ് ഇത്തരക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് സമാശ്വാസ ധനമായി ലഭിക്കുന്നത്. ഇങ്ങനെ ഈ തുകയുടെ കാര്യത്തിൽ അടക്കം ഒരു ഡിസ്പാരിറ്റി നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഏകീകരണമില്ലായ്മയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഏകോപനം ഉൾപ്പെടെ ഈ അമിക്കസ് ക്യൂറിയിലൂടെ കോടതി ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല, വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. മാത്രമല്ല, ഇതുകൂടാതെ കാർഷിക വിളകൾക്ക് വലിയ തോതിൽ നാശനഷ്ടമുണ്ടാകുന്നുണ്ട്. കാർഷിക വിളകൾക്ക് നാശനഷ്ടമുണ്ടാകുമ്പോൾ അതിന് നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് ഒട്ടേറെ കടമ്പകളാണ് നിലവിലുള്ളത്. പലപ്പോഴും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാറുമില്ല. ഇത്തരത്തിൽ കാർഷിക വിളകൾക്ക് നാശമുണ്ടായാൽ അതിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നതുകൂടി ഇത്തരത്തിൽ ഈ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുന്നതിൽ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആറളത്തുണ്ടായ കാട്ടാന ആക്രമണം തന്നെ ഇന്നലെ ഈ കേസ് എടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ വരികയുണ്ടായി. ഇവയെല്ലാം പരിഗണിച്ചാണ് രണ്ടംഗ അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. പ്രദീപിന് നല്ല ദിവസം ആശംസിക്കുന്നു. രണ്ടംഗ അമിക്കസ് ക്യൂറിയൊക്കെ നിയമിച്ചിട്ടുണ്ട്. ഇവർ ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളുമായിട്ടൊക്കെ നേരിട്ട് കണ്ടും മറ്റും വിവരങ്ങൾ ശേഖരിച്ച് കോടതിയെ വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നൽകും. അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും അമിക്കസ് ക്യൂറിയെ നിയമിച്ചു എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരന് അറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇതുകൊണ്ട് നമുക്കെന്താണ് ഗുണം, നമ്മുടെ ജീവിതത്തിൽ എന്താണ് മെച്ചമുണ്ടാവുക എന്നതാണ്. മെച്ചമുണ്ടാവുമെന്ന് തന്നെ കരുതാം. അവർ വ്യക്തമായ റിപ്പോർട്ടുകൾ നൽകുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വഴി.